നമസ്കാരം മാഷെ. നമസ്കാരം. ഓക്കെ, എന്താണ് മാഷിൻ്റെ ഒഫീഷ്യൽ നെയിം? എൻ്റെ ഒഫീഷ്യൽ നെയിം, എൻ്റെ പേരൻസ്, ഞാനൊരു ക്രിസ്ത്യൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ എന്നെ പള്ളിയിൽ ചേർത്ത പേര് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ. എന്നെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ബേബി. ചെറുപ്പത്തിൽ ഞാൻ ഒരു തേർഡ് ഫോമിനെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്വയം പേര് സ്വീകരിച്ചു ബേബി സെബാസ്റ്റ്യൻ. ദീപിക ബാലസഖ്യത്തിൽ ചേർന്നായിരുന്നു ബേബി സെബാസ്റ്റ്യൻ. പിന്നെ ഞാൻ സ്കൂളിലെ ഹെഡ് മാസ്റ്ററൊക്കെ ആയി. അപ്പോൾ ഈ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. അപ്പോൾ നോട്ടീസിൽ പേരിട്ടതാണ് SJ അനന്തെന്ന്. അത് S സെബാസ്റ്റ്യൻ, ജെ എന്നുള്ളത് എൻ്റെ ഫാദറിൻ്റെ നെയിം ജോസഫ്. പിന്നെ അനന്തെന്നുള്ളത് എൻ്റെ വീട്ടുപേര് അനന്തക്കാട്ടെന്നാണ്. അതിൻ്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് ഞാൻ SJ അനന്തെന്ന് ഇട്ടു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിലൊക്കെ ഞാൻ അറിയപ്പെടുന്നത് അനന്ത് സാർ എന്നാണ്. സെബാസ്റ്റ്യൻ എന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ കാർഡുകളിലും എല്ലാം സെബാസ്റ്റ്യൻ എന്നാണ്. ഒരു ക്രിസ്തീയ ഫാമിലിയിലാണ് ജനിച്ചത്. വളർന്നു വന്നതും എല്ലാം ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അപ്പം എങ്ങനെയാണ് അതിനകത്ത് നിന്ന് ഇതല്ല ശരി, ഞാൻ പഠിച്ച ഈ മതത്തിനപ്പുറമായിട്ട് വേറെ എന്തോ ഉണ്ട് എന്ന് തോന്നിയ ഒരു ഘടകം, അതെ എവിടെ നിന്നാണ് ആ ഒരു തോട്ട് ഉണ്ടായത്? ഏത് സിറ്റുവേഷനിൽ നിന്നിട്ടാണ്? ചെറുപ്പത്തിൽ ഞാൻ അന്ന് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്നൊക്കെയാണ്. തേർഡ് ഫോമിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പല വൈദികർ എന്നെ വൈദികനാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടേ. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഇടവകയിൽ കത്തോലിക്ക സഭയിൽ അപ്പോൾ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ വന്ന ഒരു വൈദികൻ, ഒരു സന്യാസ വൈദികനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എൻ്റെ കൂടെ പോരുന്നവൻ ചോദിച്ചു, അച്ഛനാക്കാനാണ്. അപ്പം തന്നെ ആശ്രമത്തെ കൊണ്ടുപോയി പരിശീലിപ്പിച്ച് അച്ഛനാക്കാൻ വേണ്ടി. അപ്പം ഞാൻ അന്നേരം വീട് വിട്ട് അമ്മ വീട്ടിലാണ് താമസിച്ചിട്ടിരുന്നത്. അപ്പോൾ എതിലേയും പോകാൻ എനിക്കിഷ്ടമായിരുന്നു. ഞാൻ റെഡിയെന്ന് പറഞ്ഞു. ഉടനെ തേർഡ് ഫോം കഴിഞ്ഞപ്പോഴേ ഫോർത്ത് ഫോമിലേക്ക് കയറുന്നതിന് മുമ്പ് അവരുടെ ആശ്രമത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ആ ആശ്രമത്തിലാണ് ഞാൻ വളരുന്നത്. പിന്നെ അപ്പോൾ എന്നും കുർബാനയ്ക്ക് കൂടി ഞാൻ കുർബാനയ്ക്ക് പാട്ട് പാടും. പക്ഷേ അതിലൊന്നും ലയിച്ചുകൊണ്ടല്ല, ഒരു ഭക്തിയില്ല. ഇതെല്ലാം വെറും ചടങ്ങായിട്ട് നടത്തുന്നു. ഞാൻ കുർബാനയ്ക്ക് കൂടുമ്പോഴേ ഇങ്ങനെ കുർബാന കൊടുക്കും, കത്തോലിക്കനാണ്. അവർ കുർബാന കൊടുക്കുമ്പോൾ ഞാൻ ഈ പാത്രം ഇങ്ങനെ അടിപ്പിടിക്കും. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു രസമെന്നല്ലാതെ ഞാൻ ഇത് തമ്പുരാനാണെന്നോ ഈ കൊടുക്കുന്ന അപ്പോൾ ഇതിൻ്റെ ചിന്തയെ എനിക്കില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ വൈദികരും ഈ ചൊല്ലിക്കൂട്ടൽ, ഈ കുർബാന, ഈ പ്രാർത്ഥന എല്ലാം വെറും ചടങ്ങാണെന്ന് എനിക്കൊരു ചിന്ത വരിക ആ സമയത്ത് തന്നെ. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു വളർച്ച ഉള്ളതുപോലെ തോന്നുന്നു. ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് കൂടുന്നു, പ്രാർത്ഥന ചൊല്ലുന്നു, പാട്ട് പാടുന്നു. ഇതിലൊന്നും എനിക്കൊന്നും അതിൽ ലയിക്കാനോ ഒന്നും കിട്ടുന്നതായിട്ട് ഒന്നും തോന്നില്ല. അപ്പോൾ ഈ അച്ഛന്മാർ ചെയ്യുന്നതെല്ലാം വെറും ചടങ്ങ് മാത്രം, ആ കുർബാനയല്ല. അന്ന് സുറിയാനിയാണ് കുർബാന. ഫുക്ദാനോ കോൻ എന്ന് പറയുമ്പോൾ ഫുക്ദാനിയതം മിശിക എന്നൊക്കെ ഞാൻ പറയും. അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ? സുറിയാനിയ ഒരു അർത്ഥം അറിയുന്നില്ല. ഇതെല്ലാം അന്നത്തെ ചെറുപ്പത്തിലൊരു രസം. അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, അവരും വെറുതെ ചൊല്ലുന്നു എന്നല്ലാതെ ഇത് ലയിക്കുന്നേ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പിന്നീട് സ്കൂളിൽ അധ്യാപകനായി. അപ്പോൾ സ്കൂളിലും വേദപാഠമുണ്ടേ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ദൈവമേ, ഇതെല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലേ, ഇവിടെ എന്തിനാ വേദപാഠം കുറച്ച് കൂട്ടർക്ക്, മറ്റേ കുട്ടികളെല്ലാം വെറുതെ അപ്പുറത്ത് മാറിയിരിക്കുക. അപ്പോൾ ഞാൻ അവരെ എല്ലാം വിളിച്ച് ഞാൻ അവർക്ക് ക്ലാസ് എടുക്കും ദൈവത്തെക്കുറിച്ച്. ഹിന്ദു കുട്ടികൾക്ക്, കത്തോലിക്ക പിള്ളേർക്ക് കൊടുക്കും. അങ്ങനെ ഒരു അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ളൊരു ഈശ്വര ഗാനം ഹിന്ദുസും പള്ളിയിൽ വരുമായിരുന്നു. അല്ല, സ്കൂളിലെ. അപ്പോൾ അവിടെയും വേദപാഠമുണ്ട്. ഈ പള്ളി സ്കൂളിലും വേദപാഠം പഠിപ്പിക്കണം കത്തോലിക്ക സ്കൂളിൽ ഒരു പീരീഡ് അതിനാണ് സ്കൂളിൽ. അതെ അതെ അതെ, അങ്ങനെയാണ്. അന്നേരം വേദപാഠ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഹിന്ദു കുട്ടികളെ ഞാൻ മാറ്റി നിർത്തി അവർക്ക് ഞാൻ ഈശ്വരനെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ വന്ന് എനിക്ക് ഒരു 41 വയസ്സായപ്പോൾ ഈ കരിസ്മാറ്റിക് എന്നൊക്കെ ഒന്ന് പറഞ്ഞ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി. കരിസ്മാറ്റിക്, രോഗശാന്തി, ഹല്ലേലൂയ, സ്തോത്രം എന്ന് കൈപൊക്കുക, എല്ലാവരും കൂടെ അതിലൊക്കെ ആളുകൾ ചെല്ലാൻ തുടങ്ങി. ആളുകൾ കൂട്ടും, വലിയ ആൾ കൂടും. ഇന്ന ആളിന് ചൊറി മാറുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് വലിയ ഇഷ്ടമാണ്. അതൊക്കെ സംഭവിക്കുന്നുമുണ്ട്. അല്പനേരത്തേക്കാണ്, അവരുടെ മനസ്സ് അന്നേരം അത് അനുകൂലമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ദീർഘിച്ച് നിൽക്കുന്നില്ല. അപ്പം അങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരികയാണ്, ഇതൊന്നും അല്ല,
ഭക്തി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. അതുപോലെ തന്നെ ഈശ്വരന് വേർതിരിവുണ്ടോ? പെലേനെന്നും പൊലേനെന്നും ഈഴവനെന്നും ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും വേർതിരിവുണ്ടെന്നൊക്കെ ഒരു ചിന്ത വരിക. അങ്ങനെ 41-ാമത്തെ വയസ്സിൽ, അന്ന് വരെ ബൈബിളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. 41-ാമത്തെ വയസ്സിൽ ഞാൻ അന്നത്തെ എൻ്റെ മാനേജരോട് പറയുക, ഇനി ഞാൻ പള്ളിക്കാര്യങ്ങളിൽ നിന്നൊക്കെ ഇത്തിരി അകന്ന് നിൽക്കും. ഞാൻ പള്ളിയിൽ ഒത്തിരി സംഘടനയായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, കുർബാനയ്ക്ക് കൂടുന്നു, ഇത്തിരി അകന്ന് നിൽക്കും. എനിക്ക് സത്യം അറിയണം എനിക്ക്, അതിനുള്ള അന്വേഷണം ആരംഭിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ നല്ലൊരു അച്ഛനായിരുന്നു കേട്ടോ, നല്ല കാര്യമാണ്, അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് POC എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് എറണാകുളത്ത്, ഇവരുടെയാണ്, കത്തോലിക്കരുടെയാണ്. അവരുടെ ഒരു 40 ദിവസം ദീർഘിക്കുന്ന ഒരു കോഴ്സിന് ആദ്യം പോകുന്നു. അപ്പോൾ അതിൽ വെച്ച് സകല പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും ഒക്കെ കഥകളുമൊക്കെ പറഞ്ഞ അച്ഛന്മാർ ആ ക്ലാസ് എടുക്കുന്നത്. ഇതൊക്കെ ഞാൻ കേട്ടു, പക്ഷേ എനിക്കിട്ടൊന്നും ഏറ്റില്ല, ടച്ച് ചെയ്തില്ല. പക്ഷെ അതിനിടയ്ക്ക് ഒരു ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പഠിച്ച ഒരു വൈദികൻ ക്ലാസ് എടുക്കാൻ വന്നു. അതിലിത്തിരി യോഗയുടെ കാര്യവും പിന്നെ അവരുടെ ഈ ഉപനിഷത്തിലൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ കോട്ട് ചെയ്തു. ഈശാവാസ്യമിതം സർവം എന്നൊക്കെ കോട്ട് ചെയ്തു. ഈശാവാസ്യമിതം സർവം, സർവത്തിലും ഈശ്വരൻ വസിക്കുന്നു എന്നൊക്കെയാണ് അല്ലേ. അതുപോലെ തന്നെ അയം ആത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെയൊക്കെയുള്ള ആ ഉപനിഷത്തുകളിലെ സാരസത്യമായ വാക്കുകളൊക്കെ കേട്ടിയാൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ. അതാണ് അതിനകത്തെ അല്ല, അതുതന്നെയാണ് നീ എന്നൊക്കെ പറയുന്ന തത്വമസി, അയം ആത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ കേട്ടിങ്ങനെ വന്നപ്പോൾ ആഴത്തിൽ പോകാൻ തോന്നുകയാണ്. പിന്നെ പതുക്കെ അങ്ങനെ ആ കോഴ്സ് കഴിഞ്ഞു, അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ പല ഗുരുക്കന്മാരുടെ അടുത്തോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ യാത്ര നടത്തി. ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്തൂടെ, സായിബാബ, മാതാ അമൃതാനന്ദമയി, നിത്യചൈതന്യതി, നാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ, ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുത്തൂടെ പോകുന്നു. ഒരുപാട് ആശ്രമങ്ങൾ കയറി ഇറങ്ങുന്നു. ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ ലീവ് എടുത്ത് പോവുക. അപ്പം തന്നെ ഉള്ളിലിത് കയറി ഇങ്ങനെ, അപ്പോൾ ലീവ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോകും. പിന്നെ പെൻഷനായി കഴിഞ്ഞാണ് തീവ്ര അന്വേഷണം ആരംഭിക്കുന്നത്. അതായത് ശരിക്കും അങ്ങേക്ക് ഒരു ടച്ച് കിട്ടിയത് ആ കരിഷ്മാറ്റിക്കിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ല. അപ്പൊ ദൈവം എന്ന് പറയുമ്പം ആ ഒരു നിമിഷ നേരത്തേക്കുള്ള ഒരു സന്തോഷമല്ല, എക്സ്ട്രാ പുറത്തെന്തോ താൽക്കാലികമായിട്ട് ആ ബഹളത്തിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അല്ലാതെ അവരിൽ ആർക്കും ശരിക്കും ഈശ്വരനിലേക്ക് ലയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ബോധ്യം വന്നു. രോഗശാന്തിക്ക് വരുന്നു, അല്ലെങ്കിൽ പെരയുണ്ടാക്കും, വീടുണ്ടാക്കണം, അല്ലെങ്കിൽ ജോലി കിട്ടണം, ഇതിനൊക്കെ വേണ്ടിയുള്ള അതുമായിട്ട് വരുന്നത്. ഇന്നും അതെ, അറിയാമല്ലോ, ആലപ്പുഴ കൃപാസനം എന്നും പറഞ്ഞൊരു വലിയ പ്രസ്ഥാനമുണ്ട്. ഞാൻ അടുത്ത നാളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് കാണാൻ പോയി. ആയിരക്കണക്കിന് ആളുകൾ എപ്പോഴും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? കാര്യസാധ്യം മാത്രം അല്ലാതെ ശരിക്കുള്ള ആത്മീയത അറിയാനോ ദൈവത്തെ അറിയാനോ വരുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് ഫലം കിട്ടും കുറേ. എന്താണെന്നറിയാമോ, അവർ നിഷ്കപടമായിട്ട് അതിൽ വിശ്വസിച്ച് അവരുടെ ജീവിതത്തെ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലം കിട്ടും. പക്ഷേ ശാശ്വതമല്ല. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്നുള്ളത് അറിയുന്നേ ഇല്ല. അങ്ങനെ അറിയണമെന്ന് ആഗ്രഹം കയറിയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മാതാ അമൃതാനന്ദമയി. അവിടെ ഞാൻ പോകുന്നു. സത്യാന്വേഷണമാണ്. അവരെന്നെ വാരിപ്പുടരുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. സായിബാബ ആകാശത്ത് നിന്ന് ഇങ്ങനെ പലതും എടുക്കും, ഭസ്മം എടുക്കും. ഞാൻ ചെന്ന അന്ന് കുറിയിട്ടാണ് എടുക്കുന്ന, ഇരിക്കേണ്ട സ്ഥാനം നിശ്ചയിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറി വീണു, അദ്ദേഹം നടന്നു പോകുന്ന ആ വഴിക്ക് തന്നെ ഇരിക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഇരിക്കുന്നതിന് 5 അടി അകലെ വന്നപ്പോൾ അദ്ദേഹം ആകാശത്ത് നിന്ന് ഇത് ഭസ്മം എടുക്കുന്നു. അത് ഉടനെ എല്ലാവരും കൈ നീട്ടുന്നു. എൻ്റെ അടുത്ത് വരെ വന്നപ്പോഴത്തേക്ക് തീർന്നു, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവിടെ ചിന്തിച്ചു, ഇതങ്ങനെ തീരാൻ പാടുണ്ടോ അല്ലേ? അത്ഭുതമല്ല, അതിങ്ങനെ വന്ന് ഒഴുകിക്കൊണ്ടേ ഇരിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. തീവ്രമായിട്ട് കാശും മുടക്കി ത്യാഗം സഹിച്ചാണ് പോകുന്നത് ഇതൊക്കെ. പക്ഷേ എന്നെ ഇതൊന്നും ടച്ച് ചെയ്യുന്നില്ല. ഹിമാലയത്തിൽ പോയി, ബദ്രീനാഥ്, കേദാർനാഥ്, ഋഷികേശ് ഒക്കെ പോയി. അവിടെയൊക്കെ അമ്പലങ്ങളിലൊക്കെ ചെല്ലും, തൊഴും, സ്വാമിമാരെ കാണും. എനിക്കിട്ടതൊന്നും ഏൽക്കുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും അന്വേഷണം ഇങ്ങനെ തുടർന്നു.
അവസാനം ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്തൂടെ പോയെങ്കിലും ഒരുപാട് ഗുരുക്കന്മാരെ കണ്ടെങ്കിലും ഒരു ഗുരുവിനെ ഞാൻ ഗുരുവായിട്ട് സ്വീകരിച്ചില്ല. എനിക്ക് തോന്നിയില്ല. പിന്നീട് ഞാൻ ഒരുപാട് സാധനാ മാർഗങ്ങളിലൂടെ കടന്നുപോയി. അറിയാവോ സാധന എന്ന് പറഞ്ഞ് റേക്കി, പ്രാണിക് ഹീലിംഗ്, വിപස්සന, ഇങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് സാധനാ മാർഗങ്ങളിലൂടെ പോയി അതിൻ്റെ മാസ്റ്റർ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. മാസ്റ്റർ ലെവൽ റേക്കി മാസ്റ്റർ ആകാൻ അവിടം വരെ എത്തി. അങ്ങനെ പലതിൻ്റെയും. പക്ഷേ മാസ്റ്റർ ആകുകയില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ മാസ്റ്ററായി പോയാൽ അതിന് ഞാൻ അടിമയാകും. ഇതാണ് ഏറ്റവും നല്ല സാധനം, ഇതിനെല്ലാവരും കൂടിക്കണം എന്ന് പറയാനിട വരും. എന്നെ അതൊന്നും ടച്ച് ചെയ്തിട്ടില്ല, മാസ്റ്ററായിട്ടില്ല ഒന്നും. പക്ഷേ ഞാൻ പഠിച്ച എല്ലാ സാധനാ മാർഗങ്ങളിലെയും എനിക്ക് വേണ്ടതിനെ ഞാൻ എടുത്ത ഒരു പാക്കേജ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അതിന് പേര് കൊടുത്തു ആത്മയോഗ. ആത്മയോഗ സാധന. അത് ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കും. അത് എൻ്റെ അടുത്ത് വരുന്നവരെ പഠിപ്പിക്കുമായിരുന്നു. അതായത് ഞാൻ പെൻഷൻ കഴിഞ്ഞ് ധ്യാനിപ്പിക്കലും ഇതുപോലെ യോഗ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അതിപ്പോഴും ഉണ്ട് കേട്ടോ, പഠിപ്പിക്കും. അപ്പോൾ അപ്പോഴേ ഇത് ഞാൻ പഠിപ്പിക്കും, ഈ ഹൗ ടു മെഡിറ്റേറ്റ്. അപ്പോൾ ഈ യോഗയിലൂടെ, ആത്മയോഗയിലൂടെ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുപോകും ആളുകളെ. ശരിക്കും നട്ടിൽ നിവർന്ന് ശ്വാസത്തിൽ കേന്ദ്രീകരിച്ച് ഇരിക്കാനും അങ്ങനെ ലയിക്കാനും, അങ്ങനെ ആത്മീയത. പിന്നെ ബൈബിള് വായിച്ചപ്പോഴൊക്കെ അന്ന് വരെ വായിച്ച് കിട്ടാത്ത ചില മുത്തുകൾ എന്നിൽ വന്ന് തടയാൻ തുടങ്ങി. മുത്തുകൾ വായിച്ചു പോകുമ്പോഴേ. അപ്പോൾ ഈശോ പറയുക, ഒരിക്കൽ ശിഷ്യന്മാർ കുറേ നാളുകൾ കൂടെ നടന്നിട്ടും ഈശോ എവിടെയെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒന്നും അവർ കാണുന്നില്ല. അതുപോലെ തന്നെ ഒരു ചൊല്ലിക്കൂട്ടലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരിക്കൽ ഈശോയോട് ഇവർ ചോദിക്കുക, അതെ ആ യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചുകൂടെ? അപ്പോഴാണ് ഒരു വലിയ തത്വം അവിടെ അവതരിപ്പിക്കുക യേശു. അതൊക്കെ ഞാൻ വായിച്ച അർത്ഥം ഗ്രഹിച്ചപ്പോഴാണ്, മക്കളെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിഭാഷണമല്ല. ഇങ്ങനെ എങ്ങാണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നത് കേട്ടോ. അതിഭാഷണമല്ല, ചൊല്ലിക്കൂട്ടലല്ല. ഉള്ളിലേക്ക് കയറണം, മുറിക്കുള്ളിലേക്കെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ കഥകളെല്ലാം അടയ്ക്കണം. കഥകളെന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്. അതൊക്കെ പിന്നീട് മനസ്സിലായി എനിക്ക്. അങ്ങനെ കഥ അടച്ച് ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ഈശ്വരൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് കെഞ്ചലല്ല, ഇരക്കലല്ല. നിൻ്റെ നാമം വിശുദ്ധമാകണം, പരിശുദ്ധമാകണം എന്നൊക്കെ പറഞ്ഞുള്ള സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ളൊരു പ്രാർത്ഥന. സർവശക്തനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം. നല്ലതല്ലേ ആശയം? അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഹിതം ഒക്കെ നടപ്പാകണം ഇവിടെ എന്നൊക്കെയുള്ള പ്രാർത്ഥന. അത് മാത്രം പഠിപ്പിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ചൊല്ലിക്കൂട്ടലല്ല പ്രധാനം. അതുപോലെ ബൈബിളിലൂടെ കടന്നു പോയപ്പോൾ ഒത്തിരി മുത്തുകൾ തടഞ്ഞു എന്നിൽ. ഒരിടത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, സെൻറ്റ് പോൾ എഴുതി വെച്ചിരിക്കുക, പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കും. കൊറിന്ത്യൻസിലാണെന്ന് തോന്നുന്നു കേട്ടോ, 3-ാം അധ്യായം 10-ാമത്തെ വാക്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ എന്നെ ടച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, രാത്രിയിൽ തെളിഞ്ഞ ആകാശത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ധാരാളം നക്ഷത്രങ്ങൾ, ചന്ദ്രനെയും കാണാം അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു, ഇവരാരും അവിടെ ഇല്ല. യഥാർത്ഥത്തിൽ അവരവിടെ ഇല്ലേ? ഉണ്ട്, അവരാരും പോയിട്ടില്ല. പക്ഷേ സൂര്യപ്രഭ വന്നു കഴിഞ്ഞപ്പോൾ, സൂര്യൻ്റെ പ്രകാശം വന്നു കഴിഞ്ഞപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ പ്രകാശം നിഷ്പ്രഭമായി ഇല്ലേ? നിഷ്പ്രഭമായിപ്പോയി, അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മളിൽ പൂർണ്ണമായത് ഉദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ജ്ഞാനം നമ്മളിൽ ഉദിക്കുമ്പോൾ, ഉണ്ടാകുമ്പോൾ, ഈ നിസ്സാരപ്പെട്ട നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ഇതെല്ലാം നിഷ്പ്രഭമാകും എന്നെനിക്ക് ബോധ്യം വന്നു. അതുപോലെ യേശു പറയുകയാണ്, ദൈവം പ്രകാശമാണ്. ബൈബിളിലൊരു വാക്യമാണ്, ദൈവം പ്രകാശമാണ്. പിന്നെ യേശു തന്നെ പറയുക, യോഹന്നാൻ്റെ സുവിശേഷം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പിന്നെ പറയുക ഒരിടത്ത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. കണ്ടോ? അപ്പോൾ ഞാനാരാ? ദൈവം പ്രകാശം, യേശു പറയുക യേശു പ്രകാശം, നീയും പ്രകാശം. അപ്പോൾ എനിക്കെന്താ ബോധ്യം വന്നത്? ദൈവം തന്നെയാണ് ഞാൻ. ആ ഉപനിഷത്തിലെ വാക്യം അല്ലേ,
എന്നിലാണ് ദൈവം, എന്നിൽ മാത്രമാണ് ദൈവം, എല്ലാവരിലും ദൈവമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചലിക്കുന്നത്, ഞാനിങ്ങനെ ഇപ്പോൾ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? എന്നിലൊരു ദിവ്യമായ ഒരു പവർ എന്നിലുള്ളത് കൊണ്ടാണ്. അത് എപ്പോഴും എന്നിൽ നിന്ന് വേർപെടുന്നുവോ ആ നിമിഷം ഞാൻ ശവമാണ്, അല്ലേ? ഇപ്പം ഞാൻ ശിവമാണ്. ശിവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശിവം, ശക്തി, പരമശിവൻ, പരമാനന്ദം, പരമാത്മാവ്, ദൈവം എന്നൊക്കെ പറഞ്ഞ ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ശിവത്വം, ഈ പ്രാണൻ അല്ലെങ്കിൽ ഈ ജീവൻ എപ്പോൾ എന്നിൽ നിന്ന് വേർപെടുന്നോ അപ്പോൾ ഈ ശിവത്വം പോയി ഞാൻ എന്തായി? വെറും ശവമായി തീരുകയാണ്. അപ്പോൾ എന്നിൽ തന്നെയാണ് ആ ചൈതന്യം, ആ ഈശ്വര ചൈതന്യം ഇവിടെ എല്ലാറ്റിലും എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന ബോധ്യം വന്നു. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ എൻ്റെ വയസ്സെത്രയാണെന്നറിയാമോ? ഞാൻ ഏതാനും 2 ദിവസം കഴിയുമ്പോൾ, 2 ദിവസം, ഇന്ന് 13, ഔദ്യോഗികമായി എന്നെ സ്കൂളിൽ ചേർത്ത ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നാളെ കഴിഞ്ഞ് ഞാൻ 90ലേക്ക് പ്രവേശിക്കും. നാളെ കഴിഞ്ഞ്. എൻ്റെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈയിലാണ്. വരുന്ന ജൂലൈ 20-ാം തീയതി ഞാൻ 90ലേക്ക് പ്രവേശിക്കും ആക്ച്വലായിട്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് രാജ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ 90-കാരനാണ് നാളെ കഴിഞ്ഞ് മുതൽ, കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ 80 കഴിഞ്ഞപ്പോൾ 81ലേക്കൊക്കെ കയറിയപ്പോഴാണ് ഞാൻ മനസ്സുകൊണ്ടെല്ലാം വിട്ടു. എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, എൻ്റെ എന്നുള്ളതെല്ലാം വിട്ടു. അതാണ് സന്യാസം വാസ്തവത്തിൽ. അപ്പോൾ 80ാമത്തെ വയസ്സിൽ വിചാരിച്ചു ഇനി എനിക്ക് അധികമില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഏറിയാൽ 80 എന്നാണ്, അല്ലേ? അപ്പോൾ 80ലേക്ക് കയറിയപ്പോൾ എൻ്റെ ഓർമ്മ എന്താ? ഇനി എനിക്ക് അധികമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഒരുക്കം. അതാണ് ഞാൻ 80ാമത്തെ വയസ്സിൽ PhD എടുത്തു. PhD എന്താണ്? 80ാമത്തെ വയസ്സിൽ. അതെന്താണ് PhD? പ്രിപ്പറേഷൻ ഫോർ ഹോളി ഡെത്ത്. അതാണ് PhD. അതുപോലെ ഞാൻ ഓരോ ഡിഗ്രികൾ എടുത്തു ഓരോ പ്രായത്തിൽ, കേട്ടോ. നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഞാൻ. അത് സ്പിരിച്വാലിറ്റിയിലുള്ള ഡിഗ്രിയാണോ അതോ? അത് നോക്കി ആലോചിച്ച്, പ്രിപ്പറേഷൻ ഫോർ ഹോളി ഡെത്ത് എന്ന് പറയുമ്പോൾ ഇതല്ല എൻ്റെ വീട്, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകേണ്ട ആളാണ്, അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കം എല്ലാം വിടുന്നു, അല്ലേ? ഇത് തൽക്കാലം എൻ്റെ ഒരു നാടകം, എനിക്ക് അഭിനയിക്കാൻ കിട്ടിയ റോളാണ് ഈ ശരീരവും. പിന്നെ ഞാൻ അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്ററായിരുന്നു, അതിനു മുമ്പ് അച്ഛനാകാനുള്ള വേദികളിലൂടെ കടന്നുപോയി ഒരുപാട്. അതെല്ലാം ഓരോ റോളാണ്. അപ്പോൾ ഈ നിമിഷം ഞാനിതിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, മോളിവിടെ ഇരിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ട ഓരോ റോളുകളാണ്. മോളതിപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാനിപ്പോൾ പറയുന്നതൊന്നും സ്പോണ്ടേനിയസായിട്ട് വരുന്നതാണല്ലേ. അപ്പോൾ അത് ഹൃദയം തുറന്ന് പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ച രഹസ്യം, ഇതിന് അതിർത്തി ആരും കണ്ടിട്ടില്ല. ഒരു ശാസ്ത്ര ലോകത്തിനും അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടെത്താൻ പറ്റില്ല. അവർ ഉപഗ്രഹങ്ങളിലൂടെയൊക്കെ പോയത് ചന്ദ്രൻ വരെയൊക്കെ ഉള്ളൂ, ഇല്ലേ? അതും പോയതില്ലെന്നാണ് ചിലരിപ്പോൾ പറയുന്നത്. ഈ യൂണിവേഴ്സ് എവിടെയാണ് അതിൻ്റെ അതിർത്തികൾ? നമ്മളൊരു സൂര്യ കുടുംബത്തിലാണ് ജീവിക്കുന്നത്. അവിടെ തന്നെ 8-9-10 പേരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സൂര്യകുടുംബങ്ങൾ ചേർന്നതാണ് ഗാലക്സി, അല്ലേ? അങ്ങനെ ഒരുപാട് ഗാലക്സികൾ ചേർന്നതല്ലേ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എന്താ നമ്മുടെ മനസ്സിൽ ഒതുങ്ങുന്നതാണോ ഇത്? ഈ നിസ്സാരമായ ലോകത്തിൻ്റെ അറിവുകളിലൂടെ കിട്ടുന്നതാണോ അത്? അല്ല എന്ന ബോധ്യത്തിൽ ഇപ്പോഴത്തെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ എളിയവനായ ഞാൻ യാതൊരു പണ്ഡിതനല്ല, വിദ്യാഭ്യാസ തലത്തിലും ഒന്നുമല്ല. BAയും BSCയും MPhilലും ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥങ്ങൾ വേറെ, കേട്ടോ. PhD ഒരു കാര്യം പറഞ്ഞതുപോലെ അതൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്നുമല്ല, ഞാനൊരു പണ്ഡിതനല്ല, വേദപണ്ഡിതനല്ല, സുവിശേഷകനല്ല, ഒന്നുമല്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ദേവാലയം ഈ യൂണിവേഴ്സാണ്, ഈ പ്രപഞ്ചമാണ്. അടുത്ത നാളിലാണ് എനിക്ക് എൻ്റെ ഗുരു ഒരു ബൈബിൾ വാക്യം കാണിച്ചു തന്നു. എൻ്റെ മുന്നിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്നത് എൻ്റെ ഗുരു യേശു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗുരുവിനെ ഞാൻ സ്വീകരിച്ചില്ല, അവസാനം ഞാൻ സ്വീകരിച്ചത് ഒരൊറ്റ ഗുരുവിനെ, യേശുവിനെ, ക്രിസ്തുവിനെ. കാരണം എന്താ? അറിഞ്ഞ കാര്യത്തിന് വേണ്ടി ഉറച്ചു നിന്നയാൾ.
അറിഞ്ഞ കാര്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ആൾ കേട്ടോ. ഒരു ചൂടൊന്ന് മാറ്റിയാൽ മതിയായിരുന്നു, അദ്ദേഹത്തിന് വലിയ നിലപാടുകളിൽ എത്താമായിരുന്നു, വലിയ ആളാകാമായിരുന്നു. പക്ഷേ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്ന ആളിനെയാണ് ഞാൻ എൻ്റെ ഗുരുവാക്കിയത്. അങ്ങനെ ഗുരുവാക്കിക്കഴിഞ്ഞ് ഞാൻ ബൈബിളിലൂടെ കടന്നു പോയപ്പോൾ എന്നെ ചില മുത്തുകൾ അദ്ദേഹം കാണിച്ചു തന്നു.